എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ജോഗ്രഫി വിവരങ്ങളാണ്. അപ്പം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും വേണ്ട പോയിന്റ്സ് മാത്രം +2 വരെയുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഏത് ലെവലിലുള്ള എക്സാംസിനും 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, ഏതൊരു ലെവലിലുള്ള എക്സാമിനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇന്ത്യയുടെ സ്ഥാനം അഥവാ ഇന്ത്യയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ്. അപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും PSCയുടെ സ്ഥിരം ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാന കരഭാഗം വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കിടക്കുന്നു അല്ലേ. അതായത് നോർത്തിൽ എന്താണ്, ജമ്മു കാശ്മീരാണ്, സൗത്തില് കന്യാകുമാരി, അതുപോലെ കിഴക്ക് അരുണാചൽ പ്രദേശ്, സൗത്തിൽ എന്താണ് ഗുജറാത്ത്. ആ ഒരു രീതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം. അതായത് ലോക വിസ്തൃതിയുടെ 2.4% ഇന്ത്യയുടെ ആകെ വിസ്തീർണം. ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അതായത് ലോകത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 2.4% ആണ് നമ്മുടെ ഇന്ത്യയുടെ വിസ്തീർണം. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ചോദ്യം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ആണ്. അപ്പൊ തെറ്റിക്കരുത്. രേഖാംശീയ വ്യാപ്തി 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് തൊട്ട് 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയും അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ നോർത്താണ് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്ന പേരാണ് ഇന്ദിരാ പോയിന്റ്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലെ ഇന്ദിരാ പോയിന്റും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് കന്യാകുമാരിയാണ്. ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത്. തെക്ക് വടക്ക് ദൂരം ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ കിടക്കുന്ന തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? 2933 ആണ് അല്ലെ. അടുത്തത് തീരത്ത് നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ രാജ്യ അതിർത്തി എത്രയാണ്? 12 നോട്ടിക്കൽ മൈല് അഥവാ 21.9 കിലോമീറ്റർ ആണ് തീരത്ത് നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത്. 12 നോട്ടിക്കൽ മൈൽ അഥവാ 21.9 കിലോമീറ്റർ ആണ്. ഓക്കെ. രണ്ട് സമീപസ്ഥ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? 111 കിലോമീറ്റർ ആണ്. അതുപോലെ രേഖാംശങ്ങളുടെ ഉപയോഗം എന്താണ്? സമയം കണക്കാക്കാനാണ് നമ്മൾ രേഖാംശം ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതും ആയതുകൊണ്ടും എല്ലാവർക്കും അറിയുന്നത് കൊണ്ടും ഇനി ഞാൻ പറയുന്നില്ല. അടുത്ത ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന ആകെ രേഖാംശങ്ങളുടെ എണ്ണം 30 ആണ്. ഗ്രീൻ രേഖാംശ 0 ഡിഗ്രി. കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കഴിയുമ്പോഴും 4 മിനിറ്റ് വെച്ച് സമയം കൂടുന്നു. ഇന്ത്യയുടെ കിഴക്കേ അറ്റം പടിഞ്ഞാറേ അറ്റവും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം 30 ഡിഗ്രിയാണ്. ഈ പ്രദേശങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം 120 മിനിറ്റ് അല്ലെ. 2 മണിക്കൂറാണ് ഇത് തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത്. അത് അറിയാവുന്നതുകൊണ്ട് അതും പറയുന്നില്ല. അടുത്ത ഇന്ത്യയുടെ മാനക രേഖാംശം ഗ്രീനിച്ച് ടൈമിനേക്കാളും 5.5 മിനിറ്റ് മുന്നിലാണ്. 5.5 മണിക്കൂർ 30 മിനിറ്റ് 5.5 മണിക്കൂർ എന്ന് ഓർക്കുക. 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയുടെ മാനക രേഖാംശം ഗ്രീനിച്ച് മാനക സമയത്തേക്കാളും. ഗ്രീനിച്ച് ടൈമിനേക്കാളും ഇന്ത്യയുടെ മാനക രേഖാംശം 5.5 മണിക്കൂർ മുന്നിലാണ്. ഗ്രീനിച്ച് മെറിഡിയൻ 0 ഡിഗ്രി രേഖാംശം. അതുപോലെ ഗ്രീനിച്ച് രേഖാംശത്തിന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കൂടുമ്പോഴും 4 മിനിറ്റ് വെച്ച് സമയം കൂടുന്നു. ഗ്രീനിച്ച് മെറിഡിയനും ഇന്ത്യയുടെ മാനക രേഖാംശം തമ്മിലുള്ള വ്യത്യാസം 82 ഡിഗ്രി 30 മിനിറ്റ്. അതുകൊണ്ട് 82 × 4 328 മിനിറ്റ്. അതായത് 330 മിനിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രീനിച്ച് മെറിഡിയനും ഇന്ത്യൻ മാനക രേഖാംശം എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. 5.5 മണിക്കൂർ അത്ര ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കണ്ട. 5.5 മണിക്കൂർ എന്ന് ഓർക്കുക. ഇന്ത്യ ഏകദേശം 2 പകുതിയായി വിഭജിക്കുന്ന പ്രധാന അക്ഷാംശ രേഖ, ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ 23.5 ഡിഗ്രി 30 മിനിറ്റ് ആണ് ഇന്ത്യയെ പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ചണ്ഡീഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത് ചോദിക്കാം.
അതുപോലെ ഇന്ത്യൻ ഉപദ്വീപിന്റെ ആകെ തീരപ്രദേശത്തിന്റെ 1100 കിലോമീറ്റർ ആണ് ആകെ തീരപ്രദേശം ഇന്ത്യൻ ഉപദ്വീപിന്റെ. ഇന്ത്യയുടെ ദ്വീപ് സമൂഹങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആകെ തീരദൈർഘ്യം 7517 കിലോമീറ്റർ. ദ്വീപസമൂഹം ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപും ഉൾപ്പെടുത്തുമ്പോൾ 7517 കിലോമീറ്റർ. ഇനി ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അതായത് തീരപ്രദേശമുള്ളത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അതുപോലെ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ PSC ചോദ്യമാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ കരാതിർത്തി പങ്കിടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ദ്വീപ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലിദ്വീപുമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ദ്വീപരാഷ്ട്രങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപും. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഗൾഫ് ഓഫ് മന്നാർ പാക് കടലിടുക്ക്. എന്താണ് ഗൾഫ് ഓഫ് മന്നാർ പാക് കടലിടുക്ക്? നെക്സ്റ്റ് ഉൾക്കടലും കടലിടുക്കും ഗൾഫ് ആൻഡ് ബേ ആണ്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി റാങ്ക് ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക. വേണ്ട പോയിന്റ്സ് മാത്രം നമ്മളൊന്ന് പറയാം. അതുപോലെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ചോദ്യമാണ്. ബംഗ്ലാദേശ് ആണ്. ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. അതുപോലെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് ഗുജറാത്ത്. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഏറ്റവും ചെറുത് ഗോവയാണ്. ലക്ഷദ്വീപ്, അറബിക്കടൽ, പവിഴദ്വീപുകൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ബംഗാൾ ഉൾക്കടലിൽ അഗ്നിപർവ്വത ജന്യ ദ്വീപുകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അത് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലില് ലക്ഷദ്വീപ്, അതാണ് പവിഴദ്വീപ്, ലക്ഷദ്വീപുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഘടനയും ഭൂപ്രകൃതിയും നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് പലവട്ടം എടുത്ത് തന്നിട്ടുള്ളതുമാണ്. എങ്കിലും ഓടിച്ചിട്ടൊന്ന് നോക്കാം നമുക്ക്. ഭൂപ്രകൃതി വിഭാഗങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് 6 ആയിട്ട് തരംതിരിക്കാം. എത്രയായിട്ട് തരംതിരിക്കാം? 6 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. അതായത് ഈ മേഖലയിൽ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. അതിന് തൊട്ട് താഴെയായിട്ട് വടക്കൻ സമതലങ്ങളുണ്ട് അല്ലെ, പ്ലെയിൻസ് ഉണ്ട്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമി, സൈഡിലായിട്ട് ഇന്ത്യൻ മരുഭൂമി, തീര സമതലങ്ങളുണ്ട്. അത് ഏറ്റവും താഴെ തെക്കൻ തീര സമതലങ്ങൾ, അതുപോലെ ദ്വീപുകൾ. ഇത്രയുമാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഹിമാലയത്തിനെ നമുക്ക് പ്രധാനമായിട്ടും 5 ആയിട്ട് തരംതിരിക്കാം. എത്രയായിട്ട്? 5 ആയിട്ട് തരംതിരിക്കാം. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒന്ന് കാശ്മീർ ഹിമാലയം. കാശ്മീർ ഉൾപ്പെടുന്ന ഈ ഒരു വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. അതിനുശേഷം ഹിമാചൽ ഹിമാലയം അല്ലെങ്കിൽ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയും. ഈ ഒരു പോർഷനാണത്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയം ഈ ഒരു പോർഷനാണത്. അരുണാചൽ ഹിമാലയം നിങ്ങൾക്കറിയാം ഇവിടെയാണ്. അതുപോലെ കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും എവിടെയാണ്? ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഈ കിഴക്കൻ കുന്നുകൾ എന്ന് പറയുമ്പം നമ്മുടെ പഡ്ഗോയിബം, നാഗ, അതുപോലെയുള്ള കിഴക്കൻ കുന്നുകൾ അത് ഇങ്ങോട്ട് നീങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പടർന്നു കിടക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കാറക്കോറം, ലഡാക്ക്, സസ്കർ, പിർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകളൊക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? ഈ കാശ്മീർ ഹിമാലയത്തിലാണ്. കാറക്കോറം നിരകൾ, ലഡാക്ക്, സസ്കർ, പിർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ എവിടെ ഉൾപ്പെടുന്നു? കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നു. അതുപോലെ കാശ്മീരിലെ താഴ്വരയും ദാൽ തടാകം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന ഹിമാനികളായ സിയാച്ചിൻ, ബൊൽദാരോ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. കരാവേ മണ്ണിനം കാണപ്പെടുന്നത് ഇവിടെയാണ്. നമ്മൾ പഠിക്കാറുണ്ട് ഈ കുങ്കുമപ്പൂവിനൊക്കെ പറ്റിയ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണതെന്ന് അല്ലേ. അപ്പൊ കരാവേ മണ്ണിനം കാണപ്പെടുന്നത് അവിടെയാണ്. ഈ പ്രദേശത്തെ പ്രധാന ചുരങ്ങളാണ് സോജില, ബെണിഹാല്, അതുപോലെ ഫോട്ടുല, കാടുല എന്ന് തുടങ്ങിയിട്ടുള്ള ചുരങ്ങളെല്ലാം ഇവിടെ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാറക്കോറം നിരയിലാണ് അല്ലെ. അതുപോലെ ശുദ്ധജല തടാകങ്ങളായ ദാല്, വൂളാറൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ലവണജല തടാകങ്ങൾ ഏതൊക്കെയാണ്? പാങ്കോങ് സോ, സോമുരീരി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഈ പാങ്കോങ് സോയെ പറ്റിയിട്ടൊക്കെ ലേറ്റസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ സിന്ധു നദിയും അതിന്റെ പോഷക നദികളായ ചിനാബ്, ഝലം എന്നിവയുമാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സിന്ധു നദിയും അതിന്റെ പോഷക നദികളായ ചിനാബ്, ഝലം എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ. അതുപോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ വൈഷ്ണവി ദേവി ടെമ്പിള്, അമർനാഥ് ഗുഹ, ചരാറി ഷെരീഫ് ഒക്കെ ഇവിടെയാണ്. ശ്രീനഗർ നഗരം
ഝലം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശ്രീനഗർ നഗരം ഝലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഏറ്റവും തെക്കു ഭാഗത്താണ് ഡ്യൂണുകൾ എന്നറിയപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ എന്താണ്? പത്താൻകോട്ട് ഡ്യൂണും ജമ്മു ഡ്യൂണും ഒക്കെ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാശ്മീർ ഹിമാലയത്തിൽ അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ആളാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. അതെന്താ? പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പം രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു ഗംഗ എന്നീ 2 നദീവ്യൂഹങ്ങൾ ഈ പ്രദേശത്തൂടെ ഒഴുകുന്നുണ്ട്. കാളി മീൻസ് ഗംഗയിലാണ്, രവി മീൻസ് സിന്ധുവിൻ്റെയാണ് അല്ലേ. അപ്പൊ 2 നീരൊഴുക്കുകളാണ് ഇവിടെ കൂടെ ഒഴുകുന്നത്. ഹിമാചൽ ഹിമാലയത്തിലെ ഏറ്റവും വടക്കു ഭാഗത്ത് ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയാണ്. കോൾഡ് ഡെസേർട്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഈ ഹിമാചൽ ഹിമാലയത്തിലെ വടക്കു ഭാഗം എന്ന് പറയുന്നത് ലഡാക്ക് കോൾഡ് മരുഭൂമിയുടെ തുടർച്ചയാണ്. ഗ്രേറ്റ് ഹിമാലയൻ നിര, ലെസ്സർ ഹിമാലയൻ നിര, സിവാലിക് നിര എന്നിങ്ങനെയുള്ള ഹിമാലയത്തിന്റെ 3 പ്രധാന പർവ്വത നിരകൾ ഈ വിഭാഗത്തിൽ വ്യക്തമായി കാണപ്പെടുന്നു അല്ലെ. ഗ്രേറ്റ് ഹിമാലയൻ, ലെസ്സർ ഹിമാലയ, സിവാലിക് എന്നൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതൊക്കെ എവിടെയാണ്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. അതുപോലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് ഷിംല, മുസോറി, കൗസാനി, ധർമ്മശാല തുടങ്ങിയവ. ഈ പ്രദേശത്തെ 2 ഭൂപ്രകൃതി സവിശേഷതകളാണ്. ഒന്ന് സിവാലിക്കും ഡ്യൂൺ സ്ഥലങ്ങളും. ഓർത്തു വയ്ക്കുക. ഡെറാഡൂണിനടുത്ത സിവാവാല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്തരങ്ങളിൽ നിന്നുമാണ് സിവാലിക് എന്ന പദം രൂപം കൊണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് ഓർക്കണ്ട. അതുപോലെ പ്രധാനപ്പെട്ട ഡ്യൂണുകളാണ് ഡെറാഡൂൺ, ഹാരിക്കേ ഡൂൺ, കോട്ട ഡൂൺ തുടങ്ങിയവ. താഴ്വാരങ്ങളിൽ മിക്കതും ബോട്ടിയ ഗോത്രവർഗ്ഗക്കാരാണ് താമസിക്കുന്നത്. ബോട്ടിയ ഓർത്തു വെച്ചേക്കുക. ഹിമാചൽ ഉത്തരാഖണ്ഡില് ബോട്ടിയ വർഗ്ഗക്കാര് താമസിക്കുന്നു. ഇവർ വേനൽ മാസങ്ങളിൽ ബെഗ്യാലുകളിലേക്കും ശൈത്യകാലത്ത് തിരികെ താഴ്വാരങ്ങളിലേക്കും ദേശാടനം നടത്തി വരുന്നു. പ്രസിദ്ധമായ പൂക്കളുടെ താഴ്വരയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്, ഹേംകുണ്ട്, സാഹിബ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി. കേദാർനാഥ് ഒക്കെ ചോദിക്കാറുണ്ട്. ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗം, അതായത് എന്താണ്? നദികളുടെ സംഗമ സ്ഥലം എന്ന പേരിലും അറിയപ്പെടുന്നു. പഞ്ചപ്രയാഗം അഥവാ നദികളുടെ സംഗമ സ്ഥലം. അടുത്ത ഡാർജിലിംഗ് സിക്കിം ഹിമാലയമാണ്. അപ്പം ഏകദേശം ഒരു വീതി കുറഞ്ഞ സ്ഥലമാണ് അല്ലെ. ഏതാണ്ട് ഈ ഡാർജിലിംഗ് സിക്കിം എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ്. അവിടെ വീതി കുറവാണ്. അതുപോലെ പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവും അതിരാണ് ഇതിന്റെ. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്നു അല്ലെ. ടീസ്റ്റ ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്നു. എക്സാമ്പിൾ ടീസ്റ്റ നദി. ഇന്ത്യയിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. മൗണ്ട് കെറ്റു, കാഞ്ചൻജംഗ അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഉയർന്ന ഭാഗങ്ങളിൽ ലാപ്ച ഗോത്ര. ബോട്ടിയ എവിടെയാണ്? മുമ്പേ പറഞ്ഞ ഉത്തരാഖണ്ഡ് ഹിമാചലിലാണെങ്കിൽ ബോട്ടിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാപ്ച ഗോത്രവർഗ്ഗക്കാര് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൽ അധിവസിക്കുന്നു. ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്തിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ദുവാർ സ്ഥലങ്ങൾ അഥവാ എക്കൽ പ്രളയ സമതലങ്ങളൊക്കെ കാണപ്പെടുന്ന ഒരു ഏരിയയാണ് ഇത്. അടുത്ത അരുണാചൽ ഹിമാലയം. നമുക്കറിയാം അരുണാചൽ ഹിമാലയം തന്നെ ഇതാണല്ലോ അരുണാചൽ പ്രദേശ്. ഇവിടെയാണ് അരുണാചൽ ഹിമാലയം. ഭൂട്ടാൻ ഹിമാലയത്തിന്റെ കിഴക്കൻ പ്രദേശത്ത് അതുമുതൽ കിഴക്ക് ദിംഫു ചുരം വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. കങ്തു, നംച ബർവ ചോദിക്കാറുണ്ട്. നംച ബർവ ഒക്കെ ഇവിടുത്തെ പ്രധാന കൊടുമുടികളാണ്. കമങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലോഹിത് എന്തിന്റെ പോഷക നദികളായതൊക്കെ? ബ്രഹ്മപുത്രയുടെ. അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ. പ്രധാന ഗോത്രവർഗ്ഗക്കാരാണ് മോൻപ, ദഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗന്മാർ. ഈ മിഷ്മി നാഗന്മാരും ഇപ്പൊ ചോദിച്ചു കാണാറുണ്ട്. അവരെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗക്കാരാണ്. അരുണാചൽ ഹിമാലയത്തിലെയാണ്. മിക്ക ഗോത്ര സമൂഹങ്ങളും ജുമിങ് കൃഷി, ഇതും ചോദിക്കാറുണ്ട്. ഈ ജുമിങ് കൃഷി പിന്തുടരുന്നത് അരുണാചൽ ഹിമാലയത്തിലെ ഈ നാഗന്മാരും മിഷ്മിയും നിഷിയും ദഫ്ലയും മോൻപയൊക്കെയാണ്. മറ്റൊരു പേരാണ് വെട്ടിച്ചുട്ട് കൃഷി. ഈ ജുമിങ്ങിന്റെ മറ്റൊരു പേരാണ് വെട്ടിച്ചുട്ട് കൃഷി. അടുത്ത കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും ഈ ഒരു മേഖലയാണത്. വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കാണ് ഇത് കിടക്കുന്നത്. വടക്ക് നിന്നും തെക്ക്. ഇത് വിവിധ പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്നു. പഡ്ഗോയിബം, നാഗ, മണിപ്പൂർ കുന്നുകൾ എന്നും തെക്ക് മീസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ എന്നും അറിയപ്പെടുന്നു. മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാന നദി ഏതാണ്? ബറാക്ക്. കേട്ടിട്ടുണ്ടല്ലോ. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ലോക്ടക് തടാകം. മണിപ്പൂരിലാണ് ലോക്ടക് തടാകം. ഇതവിടെ കാണപ്പെടുന്നു. മിസോറാം മൊളാസിസ് തടം, അതായത് ദൃഢമായതും ദൃഢീകരിക്കാത്തതും മൃദുവായിട്ടുള്ളതും നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതാണ് ഈ മൊളാസിസ് മിസോറാം തടം എന്ന് പറയുന്നത്. ഇതെല്ലാം എവിടെയാണ്? ഈ കിഴക്കൻ കുന്നുകളിൽ കാണപ്പെടുന്നു. അപ്പൊ 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹിമാലയൻ പ്രദേശത്ത് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിനെ നമുക്ക് 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്.
ഇനി നമ്മുടെ അടുത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? നോർത്തേൺ പ്ലെയിൻസ് ആണ്. സ്ഥിരം ചോദ്യമാണ്. വടക്കൻ സമതലങ്ങളാണ്. എങ്ങനെ സമതലം രൂപപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങളെല്ലാം ഒരിടത്ത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെയാണ് പ്ലെയിൻസ് രൂപപ്പെട്ടത്. അപ്പം വടക്കൻ സമതലത്തിലെ വടക്കു നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായി നമ്മൾ തരംതിരിക്കാറുണ്ട്. ഒന്ന് ബാബർ, തറായ്, എക്കൽ സമതലങ്ങൾ. എന്തൊക്കെയാണ്? ബാബർ, തറായ്, എക്കൽ സമതലം. എക്കൽ സമതലത്തിലെ പുതിയതിനെ ഖാദർ എന്നും പഴയ മണ്ണിനെ ബാങ്കർ എന്നും വിളിക്കും. ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നോക്കുക, ബാബർ സ്ഥിരം ചോദ്യമാണ്. ബാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് സിവാലിക് മലയടിവാരത്തിൽ സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്ത് നിന്നാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ബാബർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 മുതൽ 10 കിലോമീറ്റർ വിസ്തൃതിയുള്ള വളരെ ഇടുങ്ങിയ ഒരു ഭൂഭാഗമാണ് ഈ വടക്കൻ സമതലത്തിലെ ബാബർ എന്ന് പറയുന്നത്. പർവ്വതത്തിൽ നിന്ന് വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കും. അതുകൊണ്ട് തന്നെ ബ്ലോക്കായിട്ട് നദി ഇവിടെ അപ്രത്യക്ഷമായി പോകും. നെക്സ്റ്റ് വണ്ണും തറായി ആണ് അല്ലേ. അപ്പൊ ബാബറിന് തൊട്ട് തെക്കായിട്ടാണ് ഈ തറായി മേഖല കാണപ്പെടുന്നത്. 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വീതി. മിക്ക അരുവികളും നദികളും കൃത്യമായ ചാലുകളില്ലാതെ ഈ മേഖലയിൽ പുനർജനിക്കുന്നുണ്ട്. കൃത്യമായ ചാലൊന്നുമില്ല, മുകളിൽ തടഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് തറായി എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളൊക്കെ ഇവിടെ രൂപം കൊള്ളാറുണ്ട്. അത് കെട്ടിക്കിടക്കുമായതുകൊണ്ട് വെള്ളം. ഇവിടെ ഒരുപാട് നൈസർഗിക സസ്യജാലങ്ങളും വന്യജീവി വർഗവും ഒക്കെ ഉണ്ട്. തറായി മേഖലയ്ക്ക് തെക്ക് ഭാഗത്ത് എക്കൽ നിക്ഷേപങ്ങൾ രൂപപ്പെട്ട സമതലങ്ങളുണ്ട്. അപ്പൊ ഈ എക്കൽ സമതലത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഖാദറും അതുപോലെ ബാങ്കർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓരോന്നും നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് നോക്കണം. പഴയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ബാങ്കർ എന്നും പുതിയതിനെ നമ്മൾ ഖാദർ എന്നും വിളിക്കും. ഗംഗ ബ്രഹ്മപുത്ര നദിയുടെ അഴിമുഖത്ത് രൂപപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻ ഡെൽറ്റയാണ് അല്ലെ. സുന്ദർബൻ ഡെൽറ്റയാണ്. നെക്സ്റ്റ് ഭൂപ്രകൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇപ്പൊ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ട്. അടുത്ത ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെ? ഒന്ന് ഡെക്കാൻ പീഠഭൂമി, 2 മധ്യ ഉന്നത തടം, 3 വടക്ക് കിഴക്കൻ പീഠഭൂമി. ഡക്കാൻ, മധ്യ ഉന്നത തടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമി എന്ന് പറയുമ്പം ഈ നീലഗിരി കുന്നുകളിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയായ ദോഡ ബെട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ഡക്കാൻ പീഠഭൂമിയിലാണ്. അതുപോലെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ വന്ന് സംഗമിക്കും. അപ്പൊ ഇതെല്ലാം നീലഗിരി കുന്നുകളും അല്ലെ പശ്ചിമഘട്ടവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഡക്കാൻ പീഠഭൂമിയുടെ പാർട്ടായിട്ടാണ്. ഇനി മധ്യ ഉന്നത തടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഡക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിരിനെയാണ് നമ്മൾ മധ്യ ഉന്നത തടം എന്ന് വിളിക്കുന്നത്. അവിടെയൊക്കെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. അടുത്ത വടക്ക് കിഴക്കൻ പീഠഭൂമി എന്ന് പറയുമ്പോഴോ മേഘാലയ പീഠഭൂമി. എവിടെയാണ്? മേഘാലയ ഇപ്പുറത്തെ സൈഡാണ്. മേഘാലയ പീഠഭൂമിയും കാർബി അൻലോക്ക് പീഠഭൂമിയുമാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി ഭാഗങ്ങളിൽ പെടുന്നത്. അപ്പുറത്തെ സൈഡാണ്. മേഘാലയ പീഠഭൂമിയെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഈ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ പേരിൽ 3ആയിട്ട്: ഖാരോ, ഖാസി, ജയന്ത്യ. അപ്പം മേഘാലയ പീഠഭൂമിയെ ഖാരോ കുന്ന്, ഖാസി കുന്ന്, ജയന്ത്യ കുന്ന്, ഇതെല്ലാം ഗോത്ര വിഭാഗങ്ങളുടെ പേരാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും മേഘാലയ പീഠഭൂമിയിൽ നിന്നും ഉയർന്ന അളവിൽ നമുക്ക് ഇവിടെ മഴ ലഭിക്കാറുണ്ട്. അവ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം, അതുപോലെ പണ്ടത്തെ ചിറാപൂഞ്ചി എന്നിവയൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4ാമത്തെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യൻ മരുഭൂമി അല്ലെ. ഥാർ മരുഭൂമി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഥാർ മരുഭൂമി എന്ന് നമ്മൾ അറിയപ്പെടാറുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരേ ഒരു നദി ഏതാണ്? ലൂണി നദിയാണ്. സരസ്വതി നദി ഒഴുകുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷെ അത് അടിയിൽ കൂടെയാണ് ഒഴുകുന്നത്, ഇപ്പൊ ഇല്ല. അടുത്ത തീരസമതലമാണല്ലോ അടുത്തത്. അവിടെ എന്താ തീരസമതലത്തിന്റെ പ്രത്യേകത? തീരസമതലത്തിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നെന്താണ്? പശ്ചിമ തീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറൻ തീരവുമുണ്ട്, പൂർവ്വതീരം കിഴക്കൻ തീരസമതലങ്ങളുമുണ്ട്. പശ്ചിമ തീരസമതലം എവിടെ തൊട്ട് എവിടെ വരെയാണ്? വടക്ക് ഗുജറാത്ത് മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന അറബിക്കടൽ ഉൾപ്പെടുന്ന ഭാഗമാണ് പശ്ചിമ തീരസമതലം ആണല്ലോ. ഇതിന്റെ പ്രത്യേകത എന്താ? മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയതും തെക്കു വടക്കു ഭാഗം വിസ്തൃതിയേറി നിൽക്കുന്നതുമാണ് പശ്ചിമ തീരസമതലത്തിന്റെ പ്രത്യേകത. താഴ്ന്നുപോയ തീരസമതലത്തിന് ഉദാഹരണമാണ് നമ്മുടെ തീരസമതലം. അതുപോലെ പ്രകൃതിദത്തമായ തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യ പ്രകൃതിദത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഓൾറെഡി തുറമുഖങ്ങളുണ്ട്. പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാ? കാൺല, മസഗോൺ, അതുപോലെ JLN തുറമുഖം, നവശേവ, മർമഗോവ, മാംഗ്ലൂർ, കൊച്ചി മുതലായവയാണ് പ്രധാന തുറമുഖങ്ങൾ. ഇനി പശ്ചിമ തീരം താഴെ പറയുന്ന ഉപവിഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. കച്ച് കത്തിയവാർ തീരം ഗുജറാത്തിലാണ് അല്ലെ. കൊങ്കൺ തീരം എവിടെയാണ്? മഹാരാഷ്ട്ര. ഗോവ തീരം, മലബാർ തീരം അതാണ് നമ്മുടെ കർണാടക, കേരള ഉൾപ്പെടുന്ന ഭാഗം. പശ്ചിമ തീരത്ത് ഡെൽറ്റ ഒന്നുമില്ല, ഡെൽറ്റ സൃഷ്ടിക്കത്തില്ല.
നെഹ്റു ട്രോഫി വള്ളംകളി എവിടെ വെച്ച് നടത്തും? പുന്നമട കായലിൽ വെച്ച് നടത്തുന്നു. ഇത് PSC ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇനി പൂർവ്വതീര സമതലത്തിലേക്ക് പോകുമ്പോഴോ, തെക്ക് കന്യാകുമാരി അതായത് തമിഴ്നാട് മുതൽ വടക്ക് സുന്ദർബൻ ഡെൽറ്റ പശ്ചിമ ബംഗാൾ വരെയാണ് ഇത് നീണ്ടു കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വീതി കൂടിയതാണ് കേട്ടോ. നമുക്ക് വീതി കുറവും അവർക്ക് കൂടുതലുമാണ്. ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ്. ഉയർന്നു കിടക്കാന്ന് ആലോചിച്ച മാപ്പ് നോക്കുമ്പോൾ ഉയരത്തിൽ പോവല്ലേ, അപ്പോൾ ഉയർന്നു നമ്മൾ താഴോട്ട് വരുമല്ലേ. അപ്പോൾ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരത്ത് ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി മുതലായവ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. ഉയർത്തപ്പെട്ട തീരമായ ആയതിനാൽ ഹാർബറുകളും തുറമുഖങ്ങളും ഒക്കെ ഇവിടെ കുറവാണ്. പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാ? കൊൽക്കത്ത, ഹാൽദിയ, പാരാദ്വീപ്, വിശാഖപട്ടണം, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. ഇതെല്ലാം പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് ഇവിടുത്തെ. ചോദിക്കാറുണ്ട്. ഇനി പൂർവ്വതീരം താഴെ പറയുന്ന ഉപവിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് കോറോമാണ്ടൽ തീരം, നോർത്തേൺ സിർക്കാസ്, ഉത്കൽ തീരം, അതായത് ഒഡീഷയുടെ വടക്ക് ഭാഗമാണ്. അപ്പോൾ പൂർവ്വതീരത്തിനെ 3ആയിട്ടും എന്നാൽ പശ്ചിമ തീരത്തിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓർമ്മയുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് പശ്ചിമ തീരത്തിനെ നമ്മൾ പ്രധാനമായിട്ടും 5ആയിട്ട് ഡിവൈഡ് ചെയ്യും, പൂർവ്വതീരത്തിനെ നമ്മൾ 3ആയിട്ടും ഡിവൈഡ് ചെയ്യും. ലാസ്റ്റ് വൺ എന്താണ്? ദ്വീപുകളാണ് അല്ലേ, ദ്വീപുകളാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദ്വീപസമൂഹം ഏതൊക്കെയാ? നിക്കോബാർ ദ്വീപ്, ആൻഡമാൻ നിക്കോബാറും ഉണ്ട്, ലക്ഷദ്വീപും മിനിക്കോയ് ദ്വീപുകളും ഉണ്ട്. അറബിക്കടലിൽ ലക്ഷദ്വീപ്. ആൻഡമാൻ നിക്കോബാർ എവിടെയാ? ബംഗാൾ ഉൾക്കടലിലാണ്. അതായത് ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടൽ 10 ഡിഗ്രി ചാനലാണ്, 10 ഡിഗ്രി ചാനലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ചില ദ്വീപുകൾ അവിടെ അഗ്നിപർവ്വത ജന്യമാണ്. ഒരേ ഒരു അല്ലെ, ഇന്ത്യയിൽ ആകെ ഒരു അഗ്നിപർവ്വത സജീവമായിട്ടുള്ള ഒരു അഗ്നിപർവ്വത ദ്വീപ് ഏതാണ്? ബാരൻ ദ്വീപാണ് അല്ലെ, ബാരൻ ദ്വീപാണ്. അതുപോലെ ചില ദ്വീപുകളെല്ലാം അഗ്നിപർവ്വത ജന്യങ്ങളാണ്. ഇതിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. എല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലക്ഷദ്വീപിന്റെ പ്രത്യേകത എന്താ? ലക്ഷദ്വീപിന്റെ പ്രത്യേകത എന്താ? അല്ലെങ്കിൽ ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപ് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുഴുവൻ ദ്വീപ സമൂഹവും പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. പവിഴ ദ്വീപുകളാണ്. കവരത്തിയാണ് ഇതിന്റെ തലസ്ഥാനം. മിനിക്കോയ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദ്വീപ്. ദ്വീപുകളെ 11 ഡിഗ്രി ചാനലിലാണ് വേർതിരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി കംപ്ലീറ്റ് ഓടിച്ചിട്ട് നോക്കിയത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെല്ലാം പഠിച്ചതാണിത്. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം പറഞ്ഞു അങ്ങ് പോയത്. നമുക്ക് നെക്സ്റ്റ് റിവേഴ്സ് ഒന്ന് നോക്കാം. അപ്പം നീരൊഴുക്ക് വ്യൂഹം അഥവാ ഡ്രെയിനേജ് സിസ്റ്റം. അതായത് ആദ്യം നമ്മളോട് ചോദിക്കുന്നത് കറക്റ്റ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പഠിക്കണം. എങ്ങനെയൊക്കെയാണ് ഡ്രെയിനേജ് സിസ്റ്റം ഇന്ത്യയിലെ, അതെല്ലാം ചോദ്യമായിട്ട് വരാറുണ്ട്. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെ നമ്മൾ ഡ്രെയിനേജ് എന്ന് വിളിക്കും, നീരൊഴുക്ക് എന്ന് വിളിക്കും. ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം അഥവാ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ആണല്ലോ. ഈ നീരൊഴുക്കിന്റെ മാതൃക എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്? ഒന്ന്, ഈ ഒഴുകുന്ന ശിലകളുടെ സ്വഭാവം, ഘടന, ഭൂപ്രകൃതി, എങ്ങനെ ചരിഞ്ഞു കിടക്കുന്നത് എങ്ങനെയാണ്, ഈ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് അല്ലെങ്കിൽ കാലഘട്ടം, ഇതെല്ലാം അനുസരിച്ചിട്ടാണ് ഒരു ഡ്രെയിനേജ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് ചോദിക്കാം. അപ്പം ഈ ഡ്രെയിനേജ് പാറ്റേൺസ് ചോദിക്കാറുണ്ട്. ഏതൊക്കെ പാറ്റേൺ ആണ്? ഒന്ന്, ഡെൻഡ്രിറ്റിക് പാറ്റേൺ അഥവാ ശിഖരാകൃത മാതൃക. ഒരു മരത്തിന്റെ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്കു മാതൃകയാണ് ഡെൻഡ്രിക്. ഈ മരത്തിന്റെ ചില്ല എന്ന് പറയുമ്പോൾ പലതായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഉള്ളത് ഡെൻഡ്രിറ്റിക് പാറ്റേൺ. അടുത്തത് റേഡിയൽ പാറ്റേൺ അഥവാ കേന്ദ്ര പ്രഭവ നീരൊഴുക്കു മാതൃക. എന്നത് കുന്നിൻ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശയിലേക്കും ഒഴുകുന്നതാണ് ഈ റേഡിയൽ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളൊക്കെ എക്സാമ്പിൾ ആണ്. അടുത്തത് ജലായുധ അല്ലെങ്കിൽ ട്രെല്ലിസ് പാറ്റേൺ എന്ന് വിളിക്കും. എന്താ? പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ ഇവയിൽ നിന്നും 90 ഡിഗ്രി കോണീയ ആകൃതിയിൽ ചേരുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ട്രെല്ലിസ്. പ്രൈമറി പോഷക നദികൾ സമാന്തരമായിട്ട് ഇങ്ങനെ ഒഴുകും. ഇവയിൽ നിന്നെല്ലാം സെക്കൻഡറി ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ട്രെല്ലിസ് പാറ്റേൺ എന്ന് വിളിക്കുന്നത്. അടുത്ത സെൻട്രിപെറ്റൽ പാറ്റേൺ. എന്താ? നദികൾ എല്ലാ ദിശയിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുന്നതിനെയാണ് നമ്മൾ എല്ലാ ദിശയിലേക്കും, അതായത് ഇപ്പോൾ ഒരു തടാകം ഇവിടെ ഉണ്ടെങ്കിൽ പല ദിശയിൽ നിന്നും നദികളെല്ലാം കൂടെ വന്നിട്ട് ഇതിലേട്ട് വന്ന് വീഴുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഭികേന്ദ്ര മാതൃക അഥവാ സെൻട്രിപെറ്റൽ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ഇനി ഓരോന്നും ടേംസ് നോക്കാം. നദിയെ സംബന്ധിച്ച് വൃഷ്ടി പ്രദേശം ഉണ്ടായിരിക്കും. എന്താ അത്? കാച്ച്മെന്റ് ഏരിയ. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ നമ്മൾ കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ വൃഷ്ടി പ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന ഒരു പർട്ടിക്കുലർ പ്രദേശം കാണുമല്ലോ, അതിനെ വൃഷ്ടി പ്രദേശം എന്ന് വിളിക്കുന്നത്.
അടുത്തത് ഡ്രെയിനേജ് ബേസിൻ അഥവാ നീർത്തടം. അതെന്താ? ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയുമാണ് നീർത്തടം എന്ന് പറയുന്നത്. ഒരു നദി അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശം, അതാണ് ഈ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ എന്ന് വിളിക്കുന്നത്. അടുത്ത വാട്ടർഷെഡ് ഓർ വാട്ടർ ഡിവൈഡ്. എന്താ അത്? ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ഈ വാട്ടർഷെഡ് എന്ന് വിളിക്കുന്നത്. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് എന്ന് വിളിക്കുന്നത് ജലവിഭാജകം. ചോദിച്ചു കാണാറില്ല, എങ്കിലും ഒന്ന് നോക്കാം. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശം നമ്മൾ റിവർ ബേസിൻ അഥവാ നദീതടം എന്ന് വിളിക്കും. ചെറിയതാണെങ്കിലോ നീർത്തടം അഥവാ വാട്ടർഷെഡ് എന്ന് വിളിക്കും. കൃത്യമായിട്ട് വലുതാണെങ്കിൽ റിവർ ബേസിൻ, നദീതടം. നീർത്തടം എന്താണ്? ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശം. അടുത്തത് നീർത്തടത്തിന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി മൂന്നായിട്ട് നമ്മൾ ഇതിനെ തിരിക്കും. എങ്ങനെയൊക്കെയാണ്? ഒന്ന് മേജർ വാട്ടർ ബേസിൻ, അതായത് 2000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമാണെങ്കിൽ അതെന്താണ്? മേജർ റിവർ ബേസിൻസ് ആണ്, അതായത് ഗംഗ, ബ്രഹ്മപുത്ര പോലെയുള്ള വലിയ നദികൾ. അടുത്തത് സാമാന്യമായിട്ടുള്ള വിസ്തൃതി, അതായത് 2000 മുതൽ 20,000 ഒക്കെ വരെ ആണെങ്കിൽ അത് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദികളാണെങ്കിൽ അത് മേജർ റിവർ ബേസിൻസ് ആണ്, വലിയ നദി, ഗംഗ, ബ്രഹ്മപുത്ര പോലെയുള്ളത്. ഇനി 2000 മുതൽ 20,000 വരെ ആണെങ്കിലോ അതാണ് ഈ മീഡിയം റിവർ ബേസിൻ എന്ന് വിളിക്കുന്നത്. അത് കാളിന്തി, പെരിയാർ, മേഘ്ന തുടങ്ങിയ 44 നദീവ്യൂഹങ്ങളാണ് ഈ മീഡിയം ബേസിൻ അത് വരുന്നത്. ഇനി വളരെ ചെറിയ മൈനർ ആയിട്ടുള്ള, അതായത് 2000-ലും കുറവാണെങ്കിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളായിരിക്കും അല്ലേ, അവിടെ വലുതായിട്ട് വെള്ളമില്ലെന്നല്ലേ എൻ്റെ മീനിങ്. അതാണ് ഈ ചെറു നദീതടങ്ങൾ മൈനർ റിവർ ബേസിൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ നീരൊഴുക്കിന്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യും? അറബിക്കടൽ നദീവ്യൂഹവും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പം കൃത്യമായിട്ട് ഇതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണ്ടതാണ് കേട്ടോ, വേണ്ടാത്തൊന്നുമല്ല. ഡിഗ്രി ലെവൽ ആകുമ്പോൾ പ്രത്യേകിച്ച് അവരിതെല്ലാം ചോദിക്കുകയും ചെയ്യും. അതുപോലെ പ്രധാനപ്പെട്ട വാട്ടർ ഡിവൈഡുകളെ പറ്റി ചോദിക്കാം. ഒന്ന് ഡൽഹി മലനിര, ഈ ഇടയ്ക്ക് വന്ന് നിന്നിട്ട് ഈ വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്ന, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആളാണ് ഡൽഹി മലനിര. ആരവല്ലി പർവ്വതം, സഹ്യാദ്രി, ഇതെല്ലാം എന്താണ്? ജലവിഭാജകം അഥവാ വാട്ടർ ഡിവൈഡുകളാണ്. ഓർത്ത് വെച്ചേക്കാം. എന്താണ് വാട്ടർ ഡിവൈഡ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്നും പെനിൻസുലാർ ഡ്രെയിനേജ് സിസ്റ്റം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം, ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. എന്താണ് ഈ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം? അതിനകത്ത് ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു നദികൾ മാത്രമാണ് വരുന്നത് അല്ലേ. അതായത് പെരീനിയൽ റിവേഴ്സ് ആണ്, ഒരിക്കലും ഇത് വറ്റത്തില്ല. എപ്പോഴും ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കും, അതായത് ഹിമാനികളിൽ നിന്നൊക്കെ വെള്ളം കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ പെരീനിയൽ റിവേഴ്സ് ആണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഇത് ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കറക്റ്റ് നമ്മളിതെല്ലാം പഠിച്ചതാണ്, എങ്കിലും ഓടിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇൻഡസ് റിവർ സിസ്റ്റം എന്താ അതിൻ്റെ പ്രത്യേകത? സിന്ധു നദീവ്യൂഹം 2880 കിലോമീറ്റർ ആണ് നീളം. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 1114 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായി ഒഴുകുന്ന ഹിമാലയൻ നദി ബൊക്കച്ചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ടിബറ്റിൽ സിംഹത്തിന്റെ മുഖം എന്ന അർത്ഥമുള്ള സിംഗി കമ്പൻ എന്നറിയപ്പെടുന്നു. സിന്ധു നദിയുടെ 5 പോഷക നദികളാണ് ഝലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ്, പഞ്ചനദി എന്ന് പറയുന്നത്. ഇനി ഓരോന്ന് നോക്കാം. പോഷക നദികൾ. ഝലം ഉത്ഭവസ്ഥാനം വെറിനാഗ് നീരുറവ, പിർപ്പഞ്ചൽ മലനിരകളിൽ നിന്നാണ് ഝലം ഉത്ഭവിക്കുന്നത്. ചിനാബ് എന്താണ്? ബാരാലച്ച ചുരത്തിൽ നിന്നും. സിന്ധുവിലെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ചന്ദ്രഭാഗ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. രവി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? കുളു മലനിരകളിലെ റോഹ്താങ് ചുരത്തിൽ നിന്നും. ബിയാസ്കണ്ട് റോഹ്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. സത്ലജ് രാഗാസ് തടം, മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. ടിബറ്റിൽ ലങ്ചൻ ഖംബാബ് എന്നറിയപ്പെടുന്നു. ബക്രാനങ്ങൾ അണക്കെട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് സത്ലജ് നദിയാണ്. അപ്പൊ സത്ലജ് എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ഇന്ത്യയിലല്ല, അത് ടിബറ്റിൽ തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. ഇത്രയും അല്ല, ഇതിൽ കൂടുതലുണ്ട് സിന്ധുവിനെ പറ്റി പഠിക്കാൻ, എങ്കിലും ഇത്രയുമാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അടുത്ത ഗംഗ റിവർ സിസ്റ്റം 2525 കിലോമീറ്റർ നീളം. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സാംസ്കാരിക പ്രാധാന്യമുള്ള നദിയാണ്. ഗോമുഖിൽ നിന്നും, അതായത് ഗംഗോത്രി ഹിമാനിയിലാണ് ഉത്ഭവിക്കുന്നത്. തുടക്കത്തിൽ ഭഗീരഥി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അളകനന്ദ ഭഗീരഥി നദിയുമായി ദേവപ്രയാഗിൽ സംഗമിക്കുന്നു. അളകനന്ദെ ഭഗീരഥി നദിയുമായി ഗംഗാ നദി ദേവപ്രയാഗിൽ സംഗമിക്കുന്നു. ഇതിനുശേഷമാണ് ഇത് ഗംഗ എന്ന് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ഇതിനെ ഏത് പേരിൽ അറിയപ്പെടും? പത്മ എന്ന പേരിൽ
അറിയപ്പെടുന്നത്. എന്തോ അറിയപ്പെടും? പത്മ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഗംഗാനദി വ്യൂഹത്തിന് വടക്ക് ഹിമാലയൻ പർവ്വതത്തിൽ നിന്നും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പോഷക നദികളുണ്ട്. അതുപോലെ പോഷക നദികൾ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി, വലത് തീര പോഷക നദികൾ ഏതൊക്കെയാണ്? അതായത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയുടെ പോഷക നദികൾ ചമ്പൽ, സിന്ധ്, ബെത്വ, കെന്ന്, സോണ് ചോദിക്കാറുണ്ട് ഇങ്ങനെ തന്നെ. ചമ്പൽ, സിന്ധ്, ബെത്വ, കെന്ന്, സോണ് വലതുവശത്തു നിന്നും ചേരുന്ന പോഷക നദി. ചമ്പൽ നദി എന്താണ്? മൗവിനടുത്ത്, അതായത് മാൾവാ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഈ ചമ്പൽ നദി. അതുപോലെ അടുത്തത് നോക്കാം, നിഷ്ഫല ഭൂപ്രദേശങ്ങൾക്ക് പ്രസിദ്ധമായ നദി. ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫിക്ക് പ്രസിദ്ധമായത് ചമ്പലാണ്. അതുപോലെ ഇടത് തീര പോഷക നദികളെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്ന് വെച്ചുമ്പോൾ എവിടെ നിന്ന് വരുന്നു? ഹിമാലയത്തിൽ നിന്ന് വരുന്നതാണ്. അത് യമുന, രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഖണ്ഡക്, കോസി, മഹാനന്ദ, ദാമോദർ. ഇത് ഇത്രയും ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഗംഗയുടെ പോഷക നദി, അതായത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പോഷക നദികളാണ്. ഗംഗയുടെ ഏറ്റവും വലുതും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന പോഷക നദിയാണ് യമുന നദി. അതുപോലെ ബീഹാറിന്റെ ദുഃഖം ഏതാണ്? കോസിയാണ്. ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദി. ബീഹാറിന്റെ ദുഃഖം കോസി നദി, ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദി. ഗംഗയുടെ തെക്ക് നിന്നും ചേരുന്നവയിൽ ഏറ്റവും വലിയ പോഷക നദി സോണാണ്. ഇതും ചോദിക്കാറുണ്ട്. ഗംഗയുടെ തെക്ക് നിന്ന് ചേരുന്നവയിൽ ഏറ്റവും വലിയ പോഷക നദി സോണാണ്. അടുത്ത ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം ആണ്. അതെന്താണ്? മാനസ സരോവർ തടാകത്തിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടും? സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പം എവിടെ ഉത്ഭവിക്കുന്നത്? മാനസ സരോവർ തടാകത്തിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ടിബറ്റിൽ ഇതിന്റെ പേര് സാങ്പോ എന്നാണ്. 2900 കിലോമീറ്റർ ടോട്ടൽ നീളം. ഇതിനകത്ത് 914 കിലോമീറ്റർ മാത്രം ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. പോഷക നദി സ്ഥിരം ചോദ്യം. ധൻസരി, കലാങ്, സുബൻസിരി, മാനക്, സഖോഷ്, കാമങ്, ലോഹിത്, ദിഹാങ്, ദിബാങ് ഇത്രയുമാണ് പോഷക നദികൾ. സുബൻസിരിയും ഈ ദിഹാങ്, ദിബാങ്, ലോഹിത്തും സ്ഥിരം ചോദ്യമാണ് കേട്ടോ. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന. പത്മ ആരുടെ പേര്? ഗംഗയുടെ. ബംഗ്ലാദേശിൽ ഇതിന്റെ പേര് ജമുന. അതുപോലെ വെള്ളപ്പൊക്കത്തിനും തീരാപരതനത്തിനും ഗതി ഒഴുകുന്നതിനും മാറിയിട്ട് ഒഴുകുന്നതിനും പേരുകേട്ട നദി ബ്രഹ്മപുത്രയാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഇനി ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹത്തിലേക്ക് വരുമ്പോൾ, അതായത് പെനിൻസുലാർ റിവർ സിസ്റ്റം, അവിടെ ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം ഇതിനേക്കാളും പഴക്കമേറിയതാണ്. ഈ ഹിമാലയൻ നീരൊഴുക്കിനേക്കാളും പഴക്കമുള്ളതാണ്. പശ്ചിമഘട്ട മലനിരകൾ ഉപദ്വീപീയ നദികളെ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നവ അറബിക്കടൽ ഒഴുകുന്നതിലേക്ക് പോകുന്ന രണ്ടായിട്ട് വേർതിരിക്കാം. അതായത് കിഴക്കോട്ട് ഒഴുകുന്ന, അതായത് ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്ന ഏതൊക്കെ നദികളാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്, അറബിക്കടലിൽ പോകുന്നത് നർമ്മദ, താപ്തി. ഓക്കെ ആണല്ലോ. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. മഹാനദി ടോട്ടൽ 851 കിലോമീറ്റർ നീളം. ഉത്ഭവസ്ഥാനം സിഹാവ, റായ്പൂർ ജില്ല, ഛത്തീസ്ഗഡ് ആണ്. സവിശേഷതകൾ: ഏറ്റവും വടക്കു ഭാഗത്തുകൂടി ഒഴുകുന്ന ഉപദ്വീപീയ നദി. ഒഴുകുന്ന സംസ്ഥാനം മധ്യപ്രദേശ്, ചണ്ഡീഗഡ്, ഒഡീഷ. ഗോദാവരി 1465 കിലോമീറ്റർ നീളം. നാസിക് ജില്ലയിലെ മഹാരാഷ്ട്ര നാസിക് ജില്ലയിൽ ഉത്ഭവിക്കുന്നു. പെൻഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ചര എന്നിവ പ്രധാന പോഷക നദികൾ. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നിവയിലൂടെ ഒഴുകുന്നു. കൃഷ്ണ 1401 കിലോമീറ്റർ. മഹാബലേശ്വറിലൂടെയാണ് ഉത്ഭവസ്ഥാനം. കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവ പോഷക നദികളാണ്. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ വലിയ നദി കൃഷ്ണയാണ്. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്നു. കാവേരി എത്രയാണ്? 800 കിലോമീറ്റർ ആണ്. അതുപോലെ ബ്രഹ്മഗിരി കുന്നുകളിൽ കൊടക് ജില്ലയിൽ, കർണാടകയിൽ കൊടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കബനി, ഭവാനി, അമരാവതി പോഷക നദികളാണ്. കേരളം, കർണാടക, തമിഴ്നാട്ടിലൂടെ ഒഴുകുന്ന നദികളാണ്. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന മറ്റ് ചെറുനദികൾ സ്ഥിരം ഇപ്പൊ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സുബർണരേഖ, ബൈതർണി, ബ്രാഹ്മണി, വംശധാര, പെണ്ണാറ്, പാലാറ്, വൈഗ ഇത് ഇത്രയും കിഴക്കോട്ട് ഒഴുകുന്ന ചെറുനദി. അതിനകത്ത് ഈ ബ്രാഹ്മണി നദിയും ഈ സുബർണരേഖ, പെണ്ണാറൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് പല എക്സാംസിനും ചോദിക്കാറുണ്ട്, പഠിച്ചിട്ട് പോവുക. അടുത്ത പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് അല്ലെങ്കിൽ അറബിക്കടലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട 3 നദികൾ നർമ്മദ, താപ്തി, ലൂണി. നർമ്മദ 1312 കിലോമീറ്റർ ടോട്ടൽ നീളം. അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുപോലെ താപ്തി എന്താ പ്രത്യേകത? താപ്തി എന്ന് പറയുന്നത്
മുൽത്തായ് അവിടെയാണ് ഉത്ഭവിക്കുന്നത്. ലൂണി പുഷ്കർ തടാകം രാജസ്ഥാനിലാണ്. അപ്പോൾ ഈ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി, മഴക്കാലത്ത് മാത്രം നീരൊഴുക്കുള്ള ഒരു നോൺ പെരീനിയൽ ആയിട്ടുള്ള ഒരു റിവറാണ് ലൂണി എന്ന് പറയുന്നത്. രാജസ്ഥാനിൽ കൂടെ മാത്രം ഒഴുകുന്നതാണ്. അതുപോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ചെറു നദികൾ ഏതൊക്കെയാണ്? സബർമതി, മാഹി, ധാന്തർ, കാളി, ശരാവതി, ഭാരതപ്പുഴ, പെരിയാർ. ഇതെല്ലാം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നമ്മൾ ഭാരതപ്പുഴ, പെരിയാർ സ്ഥിരം ചോദ്യമാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ചെറിയ നദികളാണ്. അതിനകത്ത് സബർമതിയും മാഹിയും ഗുജറാത്തിലൂടെയാണ് ഒഴുകുന്നത്. ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ് കേട്ടോ. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം. അതുപോലെ മണ്ടോവിയും ജുവാരി എന്ന് പറയുന്നത് ഗോവയിലുള്ളതാണ്. എവിടെയാണ്? ഗോവയിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയുടെ ഭൂപ്രകൃതി, അതുപോലെ തന്നെ ഇന്ത്യയുടെ റിവർ സിസ്റ്റവുമാണ്. ഇനി നമുക്ക് ക്ലൈമറ്റും ബാക്കി കാര്യങ്ങളൂടെ നോക്കാറുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒറ്റ ക്ലാസ് ആയിട്ട് എടുത്ത് തീർക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.